പണം വാങ്ങി കായിക സർട്ടിഫിക്കറ്റ് നൽകുന്നത് അടക്കമുള്ള അഴിമതി ഇല്ലാതാക്കാനായി എന്നതാണ് കായിക മേഖലയിൽ സർക്കാരിന്റെ പ്രധാന നേട്ടമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ഈ സർട്ടിഫിക്കറ്റ് ആരംഭിച്ചത് അഴിമതി ഇല്ലാതാക്കാനാണ്. 2016 മുൻപത്തെ അവസ്ഥ മാറ്റിയെടുത്തു എന്നതാണ് സർക്കാരിന്റെ പ്രധാന നേട്ടമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2016 മുമ്പ് കേരളത്തിലെ കായിക രംഗം എല്ലാ മേഖലയിൽ നിന്നും പിന്തള്ളിപ്പോകുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെന്ന് സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്ന കാര്യം 2016 മുതൽ സർക്കാർ വിലയിരുത്തി. കായിക മേഖലയിൽ സമൂലമായ മാറ്റം വേണമെന്ന് തീരുമാനിച്ചു. അടിസ്ഥാന സൗകര്യക്കുറവ് പ്രധാന പ്രശ്നമായിരുന്നു അന്ന്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. പണം ചെലവഴിച്ച് സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നതിനപ്പുറം അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ട ഇടപെടലും നടത്തി. പണം വാങ്ങി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരുന്നു പ്രധാന അഴിമതി. ഇതിന് ഈ സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തി അന്ത്യം കുറിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. കായിക മേഖലയിൽ നിലനിരുന്ന അഴിമതിയും സ്വജനപക്ഷപാതത്തെയും ഇല്ലാതാക്കാൻ സ്വീകരിച്ച നടപടികൾ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെ മറികടക്കുക എന്നുള്ളതാണ് കായികവും ആദ്യം ചെയ്തൊരു കാര്യം. ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കായിക വിദ്യാർത്ഥികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവരുടെ ഡാറ്റ നമ്മൾ കളിച്ചു അതൊരു ഡാറ്റാ ബാങ്കിൽ സൂക്ഷിക്കുകയും അവർക്ക് പ്രത്യേക കോഡ് നൽകും. ആ കോഡിന് ഇവർ ഏത് മത്സരങ്ങൾ മത്സരിച്ചാലും ഏത് കോളേജുകൾ ഉപരിപഠനത്തിന് അന്വേഷിച്ച് ശ്രമിച്ചാലും അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴൊക്കെ തന്നെ ഈ സർട്ടിഫിക്കറ്റിലൂടെ നമ്മുടെ കായിക വിദ്യാർത്ഥി ഒരു കായിക താരമായി മാറുന്നത് വരെയുള്ള വിവരങ്ങൾ അവരിലുണ്ടാകും. അപ്പോൾ ഈ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ അഴിമതി അതിലായിരുന്നു. പണം വാങ്ങി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ധാരാളം കേസുകൾ നമ്മൾ പിടിച്ചു. സ്വന്തക്കാരെ തീരി കയറ്റുന്ന കേസുകൾ നമ്മൾ പിടിച്ചു. അത് നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കായിക മേഖലയിൽ അഭൂതപൂർവമായ മാറ്റമാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത്. 2 സിന്തറ്റിക് ട്രാക്കാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിന്ന് 26-ലെത്തി. ഒരു ജില്ലയിൽ 2 സിന്തറ്റിക് ട്രാക്ക് എന്ന തീരുമാനം നടപ്പാക്കി. സ്റ്റേഡിയങ്ങളെല്ലാം നവീകരിച്ചു. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും അത് കായിക താരങ്ങൾക്കാകെ ബോധ്യമുള്ള വിഷയങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി അബ്ദുറഹിമാൻ. അംഗങ്ങൾക്ക് മുൻ ബോക്സിംഗ് താരം KC ലേഖ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സോണ ജയറാം, സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് PV പവിത്രൻ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി AV പ്രദീപൻ, വൈസ് പ്രസിഡന്റ് AK ഷെരീഫ്, ഡോക്ടർ PP ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.